ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഫസ്റ്റ് ടോപ്പിക് ഡെൻസിറ്റി ഓഫ് എ യൂണിറ്റ് സെൽ. ഡെൻസിറ്റി ഓഫ് എ യൂണിറ്റ് സെൽ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി എങ്ങനെയാണ് വിളിക്കുക? ഡെൻസിറ്റി O is equal to or density D is equal to mass by volume. അല്ലെ? ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത് മാസ് ബൈ വോളിയം ആണ്. അപ്പൊ നമുക്ക് യൂണിറ്റ് സെല്ലിന്റെ ഡെൻസിറ്റി കണ്ടെത്തണമെങ്കിൽ അതിന്റെ മാസ്, യൂണിറ്റ് സെല്ലിന്റെ മാസ് അറിയണം, യൂണിറ്റ് സെല്ലിന്റെ വോളിയം അറിയണം. ഓക്കെ, നമ്മളിപ്പോ കണ്ടുപിടിക്കാൻ പോകുന്നത് ഡെൻസിറ്റി ഓഫ് എ ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്. അതായത് യൂണിറ്റ് സെല്ലിന്റെ ഷേപ്പ് അത് ക്യൂബിക് ആണ്. ഓക്കെ, അത് സിമ്പിൾ ക്യൂബിക് ആണോ അല്ല ഫേസ് സെന്റേർഡ് ക്യൂബിക് ആണോ ബോഡി സെന്റേർഡ് ആണോ ഏതോ ആയിക്കൊള്ളട്ടെ, ഏത് യൂണിറ്റ് ക്യൂബിക് ആണെങ്കിലും FCCയോ BCCയോ സിമ്പിളോ ഏതോ ആയിക്കൊള്ളട്ടെ, ഏത് ക്യൂബിക് ആണ് എങ്കിലും ഡെൻസിറ്റി കണ്ടെത്താനുള്ള ഒരു ജനറൽ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ്. സപ്പോസ് ഇതിന്റെ എഡ്ജ് ലെങ്ത് A സെന്റിമീറ്റർ ആണ്. ഓക്കെ, A be the edge length of A centimeter. Edge length centimeter la parna. A be the edge length of a unit cell. Edge length of unit cell. Okay. Ini let M be the atomic mass of the element യൂണിറ്റ് സെൽ ഏത് എലമെന്റിലെയാണോ ആ എലമെന്റിന്റെ അറ്റോമിക് മാസ് ആണ് M. ഓക്കെ, Z എന്നുള്ളത് ആ യൂണിറ്റ് സെല്ലിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, അതായത് നിങ്ങൾക്കറിയാം അത് സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ ഫോർ സിമ്പിൾ ക്യൂബിക് Z എത്രയാണ്? Z is equal to 1. And if it is a body centered cubic then Z is equal to 2. And if it is face centered cubic Z is equal to 4. അപ്പോ ക്യൂബിക്കിൽ 3 എണ്ണം മാത്രമല്ലേ, റിവേഴ്സ് ലാറ്റിസിൽ നമുക്ക് അറിയാം ക്യൂബിക്കിൽ ഈ 3 എണ്ണം മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ, സിമ്പിൾ BCC ആൻഡ് FCC. അപ്പോ സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ Z 1, BCC ആണെങ്കിൽ 2, FCC ആണെങ്കിൽ 4. അപ്പൊ നമുക്ക് Z മറന്നുകൂടാ, Z-ന് അറ്റോമിക് നമ്പർ ആയിട്ട് എടുത്തുകൂടാ, പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. സോ Z is the number of particles. അപ്പൊ ഈ 3 കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നല്ലോ. ഇനി നമ്മൾ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ യൂണിറ്റ് സെല്ലിന്റെ വോളിയം അറിയണം, യൂണിറ്റ് സെല്ലിന്റെ മാസ് അറിയണം. അപ്പൊ നമ്മൾ ആദ്യം യൂണിറ്റ് സെല്ലിന്റെ വോളിയം എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. വോളിയം ഓഫ് യൂണിറ്റ് സെൽ. എങ്ങനെ കണ്ടുപിടിക്കാം? വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കാം? ക്യൂബിക് അല്ലേ, അപ്പൊ എന്താണ്? എഡ്ജ് ലെങ്ത് തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ വോളിയം എന്താണ്? A ക്യൂബ് അല്ലെ, A ക്യൂബ് സെന്റിമീറ്റർ ക്യൂബ് വോളിയം കിട്ടി. ഇനി യൂണിറ്റ് സെല്ലിന്റെ മാസ് അറിയണം. യൂണിറ്റ് സെല്ലിന്റെ മാസ് അറിയണമെങ്കിൽ ആദ്യം എന്താ അറിയണമെന്ന് അറിയാവോ? ഇതിലെ ഒരു പാർട്ടിക്കിളിന്റെ മാസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. യൂണിറ്റ് സെല്ലിലെ ഒരു പാർട്ടിക്കിളിന്റെ മാസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതിനെ പാർട്ടിക്കിളിന്റെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. യൂണിറ്റ് സെൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്താ പറയുക, കറസ്പോണ്ടിങ് പാർട്ടിക്കിൾസ് കൊണ്ടാണ്. അത് 1 ആവാം, 2 ആവാം, 4 ആവാം, അത് എത്രയും ആയിക്കൊള്ളട്ടെ. അപ്പൊ യൂണിറ്റ് സെല്ലിന്റെ മാസ് എന്ന് പറയുന്നത് അതിലെ പാർട്ടിക്കിൾസിന്റെ മാസാണ്. പാർട്ടിക്കിൾസിന്റെ മാസ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഒരു പാർട്ടിക്കിളിന്റെ മാസ് കണ്ടുപിടിക്കണം, എന്നിട്ട് എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ മാസ് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം മാസ് ഓഫ് വൺ പാർട്ടിക്കിൾ എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അറ്റോമിക് മാസ് ആണ്, എലമെന്റിന്റെ അറ്റോമിക് മാസ് ആണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടിക്കിളിന്റെ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിൾ ആണ്. എന്താണ്? അറ്റോമിക് മാസിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ.
atomic mass divided by Avogadro number. Avogadro number. Okay. Atomic mass m ആണെന്ന് തന്നിട്ടുണ്ട്. Avogadro number Na, number of Avogadro. അപ്പോൾ നമുക്ക് കിട്ടുന്ന യൂണിറ്റ് ഏതാ? അറ്റോമിക് മാസ് ബൈ അവഗാഡ്രോ നമ്പർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന യൂണിറ്റ് അത് ഗ്രാം ആണ്. ഓക്കേ, അപ്പോ എന്ത് കിട്ടി? ഒരു പാർട്ടിക്കിളിന്റെ മാസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് യൂണിറ്റ് സെൽ എന്താണ്? മാസ് ഓഫ് യൂണിറ്റ് സെൽ, യൂണിറ്റ് സെല്ലിന്റെ മാസ് എന്ന് പറഞ്ഞാൽ ആ യൂണിറ്റ് സെല്ലിലെ പാർട്ടിക്കിൾസിന്റെ മാസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കിൾസിന്റെ ടോട്ടൽ മാസ് കണ്ടെത്തിയാൽ മതി. എന്ത് ചെയ്താൽ മതി? മാസ് ഓഫ് വൺ പാർട്ടിക്കിൾ, മാസ് ഓഫ് വൺ പാർട്ടിക്കിൾ ഇൻറ്റു number of particles, അല്ലെ? number of particles. ഓക്കെ, ഒരു പാർട്ടിക്കിളിന്റെ മാസ് എത്രയാ? m by Na. ഓക്കെ, then number of particles അത് z ആണ്. so mz by Na. ഇനി നമുക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കാം. ഇനി ഡെൻസിറ്റി ഈസി ആയിട്ട് എഴുതാം. എങ്ങനെയാണ്? ഡെൻസിറ്റി is equal to density D is equal to mass by volume. യൂണിറ്റ് സെല്ലിന്റെ മാസ് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? Zm divided by Na divided by volume of the unit cell is A cube. Okay, A cube. So density D is equal to Zm divided by Na into A cube. എന്താ യൂണിറ്റ്? മാസിന്റെ യൂണിറ്റ് ഗ്രാം ആണ്, വോളിയത്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ ക്യൂബ് ആണ്. സോ ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. So Zm divided by Na into A cube, gram per centimeter cube is the density of the unit cell. M എന്താണെന്ന് മനസ്സിലാക്കണം. M എന്താണ്? atomic mass, A edge length, Na Avogadro number, Z number of particles. അത് ഇത് ഓർത്ത് വെച്ചാൽ മതി. ക്വസ്റ്റ്യനിൽ ഉണ്ടാവും ഏതാണെന്നുള്ളത്. സിമ്പിൾ ആണ്, BCC ആണ്, FCC ആണെന്ന് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ കണ്ടുപിടിച്ചൊന്നായിട്ട് നോക്കും. നമ്മൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് 2-3 പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി പോകണം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം, an element with body centered cubic structure has a cell edge of 400 picometer. Okay, calculate the density of the element. So what are the given data? Body centered cubic ആണെന്ന് തന്നിട്ടുണ്ട്. സോ നിസ്സംശയം പറയാം, ബോഡി സെന്റേർഡ് ക്യൂബിക് ആണെങ്കിൽ Z is equal to 2 അല്ലേ? സെൽ എഡ്ജ് അതായത് എഡ്ജ് ലെങ്ത് A is equal to 400 picometer. It is equal to 400 into 10 raised to minus 12 meter. Okay, then atomic mass തന്നിട്ടുണ്ട്. M എത്രയാണ്? M is equal to 100. So you have to calculate what is the density of the element. Okay, D കണ്ടുപിടിക്കാം. So നമുക്കറിയാം ഡെൻസിറ്റി D is equal to എന്താണ്? Zm divided by A cube into Na. അപ്പോൾ ഡാറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് 2. M എത്രയാണ്? M 100 ആണ്. ഓക്കെ, M 100. Then A cube, A എത്രയാണ്? 400 into 10 raised to minus 12 meter. പക്ഷെ നിങ്ങൾക്ക് അറിയാം, ഞാൻ നേരത്തെ യൂണിറ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ ഡെൻസിറ്റിയുടെ യൂണിറ്റ് ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് എന്നല്ലേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ലെങ്ത്തിന്റെ യൂണിറ്റ് സെന്റിമീറ്ററിൽ വന്നു. ഓക്കെ, അപ്പൊ അതെന്താണ്? സെന്റിമീറ്ററിലാണെങ്കിൽ 10 raised to minus 10. ഓക്കെ, അപ്പൊ ഓർമ്മിക്കുക, എഡ്ജ് ലെങ്ത് സെന്റിമീറ്ററിലാക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോ A ക്യൂബ് 400 into 10 raised to minus 10 അതിന്റെ ക്യൂബ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ 6.02 into 10 raised to 23. ഓക്കെ, 6.02 into 10 raised to 23. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 5.19 gram per centimeter cube. Okay, so this is the density.
So second question, density of face-centered cubic element of atomic mass 6.25 gram per centimeter cube. Calculate the edge length of the unit cell. അപ്പോൾ ഇതിൽ നമ്മൾ ഡെൻസിറ്റി തന്നിട്ടുണ്ട് കേട്ടോ. സോ ഡെൻസിറ്റി ഈസ് ഗിവൺ. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 6.25 gram per centimeter cube. ഓക്കെ, സെന്റിമീറ്റർ ക്യൂബ്. അറ്റോമിക് മാസ് m തന്നിട്ടുണ്ട്. m എത്രയാണ്? m is equal to 6.2. ഫേസ് സെന്റേർഡ് ക്യൂബിക് ആണെന്ന് തന്നിട്ടുണ്ട്. സോ z is equal to 4. ഓക്കെ, you have to calculate what is a. അപ്പോൾ ഇക്വേഷൻ എഴുതുക. ആദ്യം തന്നെ ഇക്വേഷൻ എഴുതുക. ഡെൻസിറ്റി d is equal to zm divided by a cube into na. അല്ലേ? From this a cube is equal to zm divided by d into n. Substitute ചെയ്യുന്ന മക്കളെ z എത്രയാണ്? 4. m എത്രയാണ്? which is 6.2 divided by density 6.25 into na 6.02 into 10 raised to 23. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ a ക്യൂബ്. ഇതിന്റെ വാല്യൂ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 64 into 10 raised to -24 സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, 64 into 10 raised to -24 സെന്റിമീറ്റർ ക്യൂബ്. ഇനി നമുക്ക് വേണ്ടതാണ് a അല്ലേ. സോ a is equal to cube root of 10 raised to 24 ന്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ ക്യൂബ് റൂട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 4 into 10 raised to -8 അല്ല, 64ന്റെ ക്യൂബ് റൂട്ട് 4. ഓക്കെ, then 10 raised to -24 10 raised to -8 അത്രയും സെന്റിമീറ്റർ കിട്ടും. ഓക്കെ, അപ്പൊ എഡ്ജ് ലെങ്ത് ഇത്രയാണ്. വേണമെങ്കിൽ അതിന്റെ പിക്കോമീറ്ററിലേക്ക് മാറ്റാം. എങ്ങനെ ചെയ്യാം? വേണമെങ്കിൽ നിർബന്ധമില്ല. 4 into 10 raised to -8 ഡിവൈഡഡ് ബൈ 10 raised to -10 ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പിക്കോമീറ്റർ ആയി അല്ലേ. അപ്പൊ എന്താ, 400 പിക്കോമീറ്റർ. ഇതാണ് എഡ്ജ് ലെങ്ത്. ക്ലിയർ? അപ്പൊ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ, an element form BCC structure with an edge length of 360 picometer. The density of the element is 8.96 gram per centimeter cube. Calculate the number of unit cells and number of atoms present in 127 gram of element. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. യൂണിറ്റ് സെല്ലിന്റെ എണ്ണവും കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ ആറ്റങ്ങളുടെ എണ്ണവും കണ്ടുപിടിക്കണം. നിങ്ങൾ നോക്കി എങ്ങനെ ചെയ്യുന്നു നോക്കോ. ആദ്യം ഗിവൺ ഡാറ്റ ഒന്ന് സൈഡിൽ ചെയ്ത് ഇപ്പൊ ഏകദേശം രൂപം കിട്ടും. BCC ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. BCC ആണെങ്കിൽ നിസ്സംശയം പറയാം z is equal to 2. അതായത് ഓരോ യൂണിറ്റ് സെല്ലിലും 2 ആറ്റങ്ങൾ വീതമുണ്ട്. ഓക്കെ, ഇനി എഡ്ജ് ലെങ്ത് A is equal to 360 picometer, which is 360 into 10 raised to -10 centimeter. Density of the element, density എത്രയാ? D is equal to 8.96 gram per centimeter cube. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട സംഗതി എന്ന് നോക്കാം. ആദ്യം നമ്പർ ഓഫ് യൂണിറ്റ് സെൽസ് കണ്ടെത്തണം. എത്ര? 127 ഗ്രാം എലമെന്റ് എടുത്താൽ 127 ഗ്രാം എലമെന്റിൽ എത്ര യൂണിറ്റ് സെൽ ഉണ്ടെന്ന് കണ്ടെത്തുക. അതെങ്ങനെ കണ്ടെത്തും? അതിന് അറിയേണ്ട സംഗതി, ഒരുപാട് യൂണിറ്റ് സെല്ലുകൾ ചേർന്നിട്ടാണ് 127 ഗ്രാം എലമെന്റ് ഉണ്ടായത്. ഓക്കെ, ഒരുപാട് കുഞ്ഞി യൂണിറ്റ് സെല്ലുകൾ കൂട്ടിച്ചേർന്നിട്ടാണ് 127 ഗ്രാം ആയത്. അപ്പൊ നിങ്ങൾ എന്ത് കണ്ടെത്തണം? ആദ്യം ഒരു യൂണിറ്റ് സെല്ലിന്റെ മാസ് കണ്ടെത്തുക. ഓക്കെ, അതിൽ 127നെ ആ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 127 ഗ്രാമിൽ ആ മാസ് എത്രയുണ്ട് നോക്കുക. ഓക്കെ, 127 ഗ്രാം എന്നുള്ളത് ഒരുപാട് യൂണിറ്റ് സെല്ലുകളുടെ മാസാണ്. അപ്പൊ ആ 127 ഗ്രാമിൽ ഒരു യൂണിറ്റ് സെല്ലിന്റെ മാസ് എത്ര പ്രാവശ്യം ഉണ്ട് നോക്കുക. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് സെല്ലിന്റെ എണ്ണം കിട്ടും. ഓക്കെ, ഇനി ഒരു യൂണിറ്റ് സെല്ലിൽ 2 ആറ്റങ്ങളില്ലേ?
അപ്പൊ യൂണിറ്റ് സെല്ലിന്റെ എണ്ണത്തിനെ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ ആറ്റങ്ങളുടെ എണ്ണം കിട്ടി. സോ നിങ്ങൾ ആദ്യം കണ്ടെത്തേണ്ടത് എന്താണ്? ഒരു യൂണിറ്റ് സെല്ലിന്റെ മാസ് കണ്ടെത്തണം. എങ്ങനെ അത് കണ്ടെത്തും? ഈസിയാണ്. എഡ്ജ് ലെങ്ത് തന്നിട്ടുണ്ടോ, അതിൽ നിന്ന് വോളിയം കണ്ടുപിടിച്ചൂടെ? വോളിയം ഈസ് ഈക്വൽ ടു വോളിയം എ ക്യൂബ് ഈസ് ഈക്വൽ ടു 360 into 10⁻⁻10 ക്യൂബ് സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, ഇനി ഡെൻസിറ്റി തന്നിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് യൂണിറ്റ് സെൽ ഈസ് ഈക്വൽ ടു നോക്കടാ, density is equal to mass by volume. Density of the unit cell or density of the element, യൂണിറ്റ് സെല്ലിന്റെ ഡെൻസിറ്റിയും എലമെന്റിന്റെ ഡെൻസിറ്റിയും ഒന്ന് തന്നെയാണ് അല്ലേ? യൂണിറ്റ് സെല്ലുകൾ ചേർന്നിട്ടാണ് എലമെന്റ് ഉണ്ടായത്. Then density of the unit cell is equal to mass of unit cell divided by volume of the unit cell. So mass of unit cell is equal to density into volume. Density എത്രയാ? 8.96 into volume 360 into 10⁻⁻10 cube. Okay, so this is the mass of the unit cell. അപ്പോൾ നമുക്ക് ഇത് ചെയ്താൽ കിട്ടുന്നത് 41.807 into 10⁻⁻23 gram. ഇതാണ് യൂണിറ്റ് സെല്ലിന്റെ മാസ് കിട്ടുന്നത്. അപ്പൊ ഒരു യൂണിറ്റ് സെല്ലിന്റെ മാസ് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? യൂണിറ്റ് സെല്ലിന്റെ എണ്ണം അല്ല കണ്ടുപിടിക്കുന്നത്. എങ്ങനെ? Therefore, number of unit cells equal to number of unit cells is equal to ഇങ്ങനെയുള്ള കുറെ മാസുകൾ ചേർന്നിട്ടാണ് ഇത്രയായത്. സോ 127 ഇത് എത്രയുണ്ട് നോക്കുക. 41.807 into 10⁻⁻23. ഓക്കെ, അപ്പൊ യൂണിറ്റ് സെല്ലിന്റെ എണ്ണം നമുക്ക് കിട്ടുന്നത് 3.037 into 10⁻23. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് യൂണിറ്റ് സെൽസ്. അങ്ങനെയാണെങ്കിൽ ഓൾസോ number of atoms is equal to ഒരു യൂണിറ്റ് സെല്ലിൽ 2 ആറ്റങ്ങളുണ്ട്. അപ്പൊ ഇത്ര യൂണിറ്റ് സെല്ലിൽ എത്രയുണ്ട്? 3 into 037 into 10⁻23 into 2. Okay, which is equal to 6.074 into 10⁻23. Okay, ഇനി ലാസ്റ്റ് ടൈപ്പിലുള്ള ഒരു പ്രോബ്ലം. അസ്യൂമിംഗ് ദാറ്റ് അലുമിനിയം ഹാസ് എ ഡെൻസിറ്റി ഓഫ് 2.6 gram per centimeter cube. Its unit cell has an edge length of 405 picometer. What type of crystal lattice is formed by the crystal? അതായത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഡാറ്റ ഒന്ന് അറ്റോമിക് മാസ് തന്നിട്ടുണ്ടോ കുഞ്ഞോളെ? m is equal to 27. Then density D is equal to 2.6 gram per centimeter cube. Okay, then edge length A is equal to 405 picometer, which is equal to into 10⁻⁻10 centimeter. Yenna question ആണ്, what type of crystal lattice is formed with metal? ഏതായാലും യൂണിറ്റ് സെല്ലിന്റെ ഷേപ്പ് ക്യൂബിക് ആണ്. കാരണം നമ്മൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ ഡെൻസിറ്റി കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഡെറൈവ് ചെയ്തിട്ടുള്ളത്. ആ ക്യൂബിക് യൂണിറ്റ് സെല്ല് FCC ആണ്, BCC ആണ്, സിമ്പിൾ ക്യൂബിക് ആണെന്ന് പറയണം. ഓക്കെ, അപ്പൊ യൂണിറ്റ് സെല്ലിന്റെ നേച്ചർ എന്താണെന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ നേച്ചർ കിട്ടി. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടെത്തേണ്ടത് അതിന് Z കണ്ടെത്തിയാൽ മതി. സെറ്റിന്റെ വാല്യൂ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് BCC ആണ്, FCC ആണ്, സിമ്പിൾ ക്യൂബിക് ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ എന്താണ് ഇക്വേഷൻ? D is equal to Zm divided by A cube into Na. അല്ലേ? From this Z is equal to D into A cube into Na divided by M. Okay, density 2.6. A cube 405 into 10⁻⁻10 അതിന്റെ ക്യൂബ് into 6.02 into 10⁻23 അല്ലേ? ഡിവൈഡഡ് ബൈ M എത്രയാണ്? 27.
So ഇത് ചെയ്ത് കഴിഞ്ഞാൽ approximately 4 എന്ന് കിട്ടും. That means the crystal form FCC lattice. Okay, aluminium has, therefore aluminium has FCC unit cell. Okay, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരാവുന്ന എല്ലാ ടൈപ്പിലുള്ള പ്രോബ്ലംസും നമ്മൾ ചെയ്തു കഴിഞ്ഞു. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ.